ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമലോത്ഭവയാം മാതാവേ, നിൻ പാവന പാദം തേടുന്നു. കനകാലയമേ കന്യാമ്പേ, സുരലോകത്തിൻ വാതിൽ നീ. തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അനാദി മുതലേ രക്ഷകന്റെ അമ്മയാകാൻ നിയോഗം ലഭിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവപുത്രന് ജന്മം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും ശ്രേഷ്ഠവും കളങ്കരഹിതവുമായ വ്യക്തിത്വത്തിന് ഉടമയാണ് പരിശുദ്ധ കന്യകാമറിയം. അമലോത്ഭവ എന്നാൽ ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചവൾ എന്നാണ് അർത്ഥം. ദൈവപുത്രന്റെ അമ്മ എന്ന നിലയിൽ തന്നെ മറിയം അനന്യമായ കൃപാവരങ്ങളാലും സ്വർഗീയ ദാനങ്ങളാലും സമ്പുഷ്ടയാണ്. 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പിന്നീട് 4 വർഷത്തിനു ശേഷം ഈ പ്രഖ്യാപനത്തെ പരിശുദ്ധ അമ്മ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. ലൂർദിൽ സ്വർഗീയ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തി: ഞാൻ അമലോത്ഭവയായ മറിയമാണ്. ഉത്ഭവ പാപരഹിതയായ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പാപരഹിതമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മിൽ ഉണരേണ്ടത്. സാത്താന്റെ പ്രേരണകൾക്ക് അടിമപ്പെട്ട് പാപം ചെയ്തവളാണ് ആദിമാതാവായ ഹവ്വ. രണ്ടാം ഹവ്വയായ പരിശുദ്ധ അമ്മ സാത്താന്റെ തല തകർക്കാൻ ജനിച്ചവളാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ സകലവിധ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിമുക്തിയാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. മംഗളവാർത്ത അറിയിച്ച അവസരത്തിൽ കൃപ നിറഞ്ഞവൾ എന്നാണ് പരിശുദ്ധ അമ്മയെ മാലാഖമാർ അഭിസംബോധന ചെയ്തത്. മനുഷ്യരക്ഷാകര ചരിത്രത്തിൽ സഹകാരിയായ പരിശുദ്ധ അമ്മ ഉത്ഭവത്തിന്റെ ആരംഭം മുതൽ വിശുദ്ധിയുടെ വിളനിലമായിരുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഉയർത്തപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.